നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, ഈ ഒരാൾ അബോധാവസ്ഥയായിട്ട് താഴെ വീഴുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അപസ്മാരമാകാം. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അപസ്മാരമാണോ അതോ സിങ്കോപ്പിയാണോ? സിങ്കോപ്പി എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തഓട്ടക്കുറവ് മൂലം ഉണ്ടാകുന്ന അബോധാവസ്ഥയാണ്. എന്നാൽ അപസ്മാരം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ അകത്തുള്ള ചില ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന അബോധാവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, അപസ്മാരം ഉണ്ടാകുന്ന ആളുകളിൽ അവർക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത വരാൻ പോവുകയാണെന്നുള്ളത്. അത് ചിലപ്പോൾ ഒരു ശബ്ദമാകാം, ചിലപ്പോൾ ഒരു കാഴ്ചയാകാം, വിഷ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ടാക്ടൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്മെല്ലായിരിക്കും. ഓക്കെ, പിന്നെയുള്ളത് അത് സിങ്കോപ്പിയിൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ സീഷറുള്ള അഥവാ ഫിറ്റ്സ് ഉള്ള ആളുകളിൽ ഒരു മൂവ്മെൻറ്റുകൾ ഉണ്ടാകും. മൂവ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ ടോണിക് പോസ്റ്ററിങ് ഉണ്ടാകും, പിന്നെ ഞെട്ടൽ പോലെ ഉണ്ടാവും. എന്നാൽ സിങ്കോപ്പിയിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ളത് അവർക്ക് ഭയങ്കരമായ സ്വെറ്റിങ് സിങ്കോപ്പിയിൽ ഉണ്ടാകും, എന്നാൽ ഫിറ്റ്സ് ഉണ്ടാകുന്ന ആളുകളിൽ ഭയങ്കരമായ സ്വെറ്റിങ് അഥവാ വിയർപ്പ് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഉള്ളത് നമ്മൾ നോക്കാറുള്ളത് എത്ര നേരം നീണ്ടു നിൽക്കുന്നു. സാധാരണഗതിയിൽ ഈ സിങ്കോപ്പിയിൽ 1-2 മിനിറ്റിനുള്ളിൽ അത് നോർമലാവും. എന്നാൽ ഫിക്സ് ഉണ്ടായാൽ ഏകദേശം 3 തൊട്ട് 5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുകയും അതിന് ശേഷവും അതിൻ്റെ അബോധാവസ്ഥ തുടരുകയും ചെയ്യാം. പിന്നെ ഉള്ളത് നാക്ക് കടിക്കുന്ന അവസ്ഥ. ഫിറ്റ്സിലും നാക്ക് കടിക്കണം നിർബന്ധമില്ല സിങ്കോപ്പിയിൽ. യൂറിൻ അറിയാതെ പോകുന്നത് ഫിറ്റ്സിൽ, സിങ്കോപ്പിയിൽ യൂറിൻ അറിയാതെ പോവില്ല. പിന്നെ ഈ ഫിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഇക്ടൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്, അഥവാ ഒരു സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ. എന്നാൽ സിങ്കോപ്പിൽ അത് ഉണ്ടാവില്ല. തലവേദനയും ഫിറ്റ്സ് കഴിയുമ്പോൾ സാധാരണമാണ്, എന്നാൽ മറ്റ് കേസുകളിൽ അത് ഉണ്ടാവണമെന്നില്ല. പിന്നെ EEG ഫിറ്റ്സിൽ മിക്കവാറും എന്തെങ്കിലും EEGയിൽ തകരാറ് കാണാം. എന്നാൽ സീഷറിൽ EEGയിൽ തകരാറ് കാണാം, എന്നാൽ സിങ്കോപ്പിയിൽ തകരാറ് കാണണമെന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി പിന്നെ വരാം. താങ്ക് യു.